വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും റോഡ് ഷോയുമായി UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി ഈ മാസം 16-നോ 17-നോ പരിപാടി നടത്താനാണ് ആലോചന. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഇത്തവണ സോണിയാഗാന്ധി കൂടി എത്തിയേക്കും. പുത്തൻ തലമുറ പോർവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ പരിഗണിച്ചിരുന്ന കമ്പനികളിലൊന്നായിരുന്നു സാബ് സിസ്റ്റംസ്. ഗ്രിപ്പൻ വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് ഉതകുന്നതല്ല എന്ന് കാട്ടി പ്രതിരോധ മന്ത്രാലയം കമ്പനിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇന്ത്യയിലെ വിവിധ പ്രതിരോധ ഇടപാടുകളിൽ പങ്കാളിയായ മഹീന്ദ്രയുമായി സഹകരണത്തിൽ ഏർപ്പെടുന്നതോടെ തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് സാബിന് കടന്നുവരാം. മഹീന്ദ്രയുടെ സൗകര്യം ഉപയോഗപ്പെടുത്തി സാബിന്റെ ടെക്നോളജി സെന്റർ എന്ന പേരിൽ സ്ഥാപനവും ഇന്ത്യയിൽ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. വ്യോമയാന പ്രതിരോധ മേഖലയിൽ ഗവേഷണവും സഹായവും നൽകാൻ സാബിന് പദ്ധതിയുണ്ട്. നിലവിൽ കരസേനയിലെ പല ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് മഹീന്ദ്രയാണ്. ഇവരുമായി സഹകരണത്തിൽ ഏർപ്പെടുന്നതോടെ പ്രതിരോധ ഗവേഷണ രംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം സാബ് കാഴ്ചവെക്കും. സാബ് SP ഗുർമണിയുമാണ് കരാറിലൊപ്പിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി അനൂപാർ നായർ ചേരുകയാണ്. അനൂപ, ഒടുവിൽ മൂന്നാം മുന്നണി യാഥാർത്ഥ്യമാകുന്നു. കോൺഗ്രസ് ഇതര BJP ഇതര മുന്നണി. ഏതെല്ലാം കക്ഷികളാണ് മുന്നണിയിൽ ചേരാൻ സാധ്യത? BJP ഒഴികെയുള്ള പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാവുകയില്ലേ പുതിയ മുന്നണി? പുതിയ മുന്നണിയുടെ സാധ്യതകളെ എങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്? സന്തോഷ്, തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവും അതുപോലെ തന്നെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമ്മിൽ ഇന്ന് കൊൽക്കത്തയിൽ നടന്ന കൂടിക്കാഴ്ച വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ ലോകവും ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നത്. പ്രത്യേകിച്ചും വളരെ വലിയ ഒരു സ്വീകരണമാണ് ചന്ദ്രശേഖർ റാവുവിന് മമതാ ബാനർജി കൊൽക്കത്തയിൽ നൽകിയത്. പ്രത്യേകിച്ചും ഒരു അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഒരു മൂന്നാം മുന്നണി രൂപീകരിക്കുന്നതിന്റെ സാധ്യതകൾ തന്നെയായിരുന്നു ഇരു നേതാക്കളും ചർച്ച ചെയ്തത്. പ്രത്യേകിച്ചും ഒരു ജനകീയ മുന്നണിയായിരിക്കും തങ്ങളുടെ നേതൃത്വത്തിൽ നിലവിൽ വരികയെന്നും അതുപോലെ തന്നെ ഇതിൽ ഒരു കൂട്ടായ്മയായിരിക്കും. പ്രത്യേകിച്ച് ആരും തന്നെ ഒരു സംഘടനാ നേതാവായിട്ട് ആരും തന്നെ ഉണ്ടാകുകയില്ല. എല്ലാവർക്കും തുല്യ പങ്കാളിത്തമായിരിക്കുമെന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. അതേസമയം K. ചന്ദ്രശേഖർ റാവു ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് തങ്ങൾ ചർച്ച ചെയ്തതെന്ന് മാത്രമാണ് അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്തായാലും ഈ ഒരു മൂന്നാം മുന്നണിക്കുള്ള സാധ്യതകൾ തന്നെയാണ് ഇരുവരും ചർച്ച ചെയ്തതെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇനി ഈ ഒരു സഖ്യത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ആകാംക്ഷയോട് തന്നെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ BSPയും ഒരുപക്ഷെ ഈ ഒരു സഖ്യത്തിൽ പങ്കുചേരാനുള്ള സാധ്യത ആരും തന്നെ തള്ളിക്കളയുന്നില്ല. അതുപോലെ തന്നെ YSR കോൺഗ്രസ്, പ്രത്യേകിച്ചും TDPയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന YSR കോൺഗ്രസും ഒരുപക്ഷെ ഈ ഒരു മുന്നണിയിൽ സഖ്യകക്ഷികളായിട്ട് ചേർന്നേക്കാം എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള TDP ഒരിക്കൽ പോലും ഈ ഒരു സഖ്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ള വാർത്തകളും ഒരു നിരീക്ഷണങ്ങളും ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും K. ചന്ദ്രശേഖർ റാവുമായിട്ട് ചന്ദ്രബാബു നായിഡുവിന് ഇപ്പോൾ നല്ല ബന്ധമല്ല ഉള്ളത്. അതുകൊണ്ട് ഇരു സംസ്ഥാനങ്ങളുടെയും വിഭജനത്തിന് ശേഷം ഇരു നേതാക്കൾക്കും ഇടയിലുള്ള ഭിന്നത വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിൽ വരുന്ന ഈ ഒരു മുന്നണിയിൽ ചന്ദ്രബാബു നായിഡു ഉണ്ടാകില്ല എന്നുള്ള നിരീക്ഷണങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ നടത്തുന്നത്. അതേസമയം DMK ഇനിയും അവരുടെ നിലപാട് ഇതുവരെ അവർ പുറത്തു പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ AIDMK ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാവേരി മാനേജ്മെന്റ് ബോർഡ് രൂപീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി BJD അടക്കമുള്ള ചെറിയ കക്ഷികളുടെ നിലപാടാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഇത്തരത്തിലുള്ള ഒരു മൂന്നാം മുന്നണി രൂപീകരിച്ച് അതിൽ മൂന്നാം മുന്നണി നിലവിൽ വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുക കോൺഗ്രസിന് തന്നെയായിരിക്കും. കാരണം നേരത്തെ തന്നെ SPയും BSPയും അതുപോലെ തന്നെ ചില കക്ഷികളെയും ചേർത്ത് അവർ ഒരു മൂന്നാം മുന്നണിക്ക് രൂപം ഇടുമ്പോൾ തന്നെ കോൺഗ്രസിനെ കൂട്ടേണ്ട എന്നുള്ള ഒരു നിലപാട് നേരത്തെ തന്നെ അവർ എടുത്തിരുന്നു. ഇപ്പോൾ ചന്ദ്രശേഖർ റാവുവും അതുപോലെ തന്നെ മമതാ ബാനർജിയും തമ്മിൽ ചേർന്ന് മറ്റൊരു സഖ്യത്തിന് കൂടി തയ്യാറെടുക്കുമ്പോഴും അതിൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തേണ്ട എന്നുള്ള ഒരു ശക്തമായ നിലപാട് തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വളരെ ദയനീയമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന കോൺഗ്രസിന് മറ്റൊരു ഷോക്ക് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ നേതാക്കൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ തന്നെ ഒരു രാഷ്ട്രീയ ഭാവി തന്നെ ഒരു അനിശ്ചിതത്വത്തിലാകുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടുകൾ മൂലം ഉണ്ടാകാൻ പോകുന്നത്. സന്തോഷ്, രാജ്യത്ത് കോൺഗ്രസ് ഇതര BJP ഇതര മൂന്നാം മുന്നണി യാഥാർത്ഥ്യമാകുന്നു. കോൺഗ്രസിനാണ് BJPയേക്കാൾ ഈ മുന്നണി തിരിച്ചടിയാകാൻ പോകുന്നതെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനൂപാർ നായർ. ഇനിയൊരു